മുട്ടകൾ അടങ്ങിയിരിക്കുന്ന നിരവധി ചെറിയ ഫോളിക്കിളുകൾ അണ്ഡാശയത്തിൽ വികസനത്തിന് ആദ്യഘട്ടത്തിലുണ്ട്. അണ്ഡാശയത്തിൽ നിന്നും ഒരു മുട്ടയെ പുറത്തുവിടുന്ന പ്രക്രിയയാണ് അണ്ഡവിസർജനം. ഗർഭിണിയാകാൻ ആദ്യം അണ്ഡവിസർജനം നടത്തണം. ഈ മുട്ട അപ്പോൾ ഒരു ബീജവുമായി ചേർന്ന് ഗർഭധാരണത്തിന് കാരണമാകും. സാധാരണയായി അടുത്ത ആർത്തവത്തിന് 14 ദിവസം മുൻപ് അണ്ഡവിസർജനം നടക്കുന്നു. ഇതാണ് ഒരു സ്ത്രീ ഏറ്റവും ഫലഭൂയിഷ്ഠമായ കാലഘട്ടം. PCOS ബാധിച്ച സ്ത്രീകളിൽ അമിതമായ ആൻഡ്രോജൻ, ഉയർന്ന ഇൻസുലിൻ, അമിതഭാരം എന്നിവകളാൽ ഈ ഫോളിക്കിളുകൾ ശരിയായ രീതിയിൽ വികസിക്കുന്നില്ല. അങ്ങനെ അണ്ഡാശയത്തിൽ നിന്നും മുട്ടകൾ പുറത്തു വരികയില്ല. ഈ ഫോളിക്കിൾ അണ്ഡാശയത്തിൽ തന്നെ അവശേഷിക്കുകയും സിസ്റ്റുകളായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അണ്ഡാശയത്തിൽ നിന്നും മുട്ടകൾ പുറത്തു വിടാതിരിക്കുന്നതിനെ അനോവുലേഷൻ എന്ന് പറയുന്നു. ഇത് ക്രമരഹിതമായ അല്ലെങ്കിൽ ഇല്ലാത്ത ആർത്തവങ്ങളും ഗർഭധാരണത്തിന്റെ ബുദ്ധിമുട്ടുകളുമായി പ്രകടമാകാം. മുട്ടയും ബീജവും കൂടിച്ചേർന്ന് ഗർഭധാരണം നടക്കാത്തത് അനോവുലേഷൻ വന്ധ്യതയുടെ ഒരു സാധാരണ കാരണമാണ്. PCOS ബാധിച്ച ചില സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കുടുംബത്തെ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും 70% സ്ത്രീകൾ വന്ധ്യതയെ അഭിമുഖീകരിക്കുന്നു. 1 വർഷത്തെ സംരക്ഷിത ലൈംഗിക ബന്ധത്തിന് ശേഷം ഗർഭിണിയാകാൻ കഴിയാത്ത അവസ്ഥയാണ് വന്ധ്യത എന്ന് നിർവചിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വന്ധ്യതയുടെ കാരണം അന്വേഷിക്കാൻ ഡോക്ടർമാർ ചില പരിശോധനകൾ നിർദ്ദേശിക്കാം. ഹോർമോണുകളാൽ ഉണ്ടാകുന്ന വന്ധ്യത ഒഴിവാക്കാൻ രക്തപരിശോധനകൾ സാധാരണമായി നടത്തുന്നു. അണ്ഡവിസർജനം നടന്നോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാൻ ആർത്തവ ചക്രത്തിന്റെ 21-ാം ദിവസം ഒരു രക്തപരിശോധന നടത്താറുണ്ട്. ഇതിനെ തുടർന്ന് ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഘടനപരമായ പ്രശ്നങ്ങൾ തള്ളിക്കളയാൻ സ്കാനുകൾ നടത്താറുണ്ട്. PCOS ഉൾപ്പെടെ എന്തെങ്കിലും തടസ്സപ്പെടുന്ന അവസ്ഥകൾ ഒഴിവാക്കാൻ ഗർഭപാത്രവും അണ്ഡാശയവും കാണാൻ സാധാരണ ഒരു അൾട്രാസൗണ്ട് സ്കാൻ നടത്തുന്നു. കൂടാതെ എക്സ്റേയും ഡൈയും ഉപയോഗിച്ച് ഗർഭപാത്രവും ഫലോപ്യൻ ട്യൂബിലെ തടസ്സങ്ങൾ പരിശോധിക്കുന്നതിനും ദൃശ്യവൽക്കരിക്കുന്നതിനും ഒരു ഹിസ്റ്റോസാൽപിംഗോഗ്രാം ഉപയോഗിക്കാറുണ്ട്. PCOS ബാധിച്ച മിക്ക സ്ത്രീകൾക്കും ചില ഇടപെടലുകളോടെ ഗർഭധാരണ സാധ്യമാണ്. പലപ്പോഴും 5-10% വരെ ഭാരം കുറയ്ക്കുന്നത് സഹായിക്കും. മറ്റൊരു വിധത്തിൽ ഇതിനെ സഹായിക്കുന്നതിന് ക്ലോമിഫീൻ, ഗൊണാഡോട്രോഫിൻ, മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ ലെട്രസോൾ പോലുള്ള ചില മരുന്നുകൾ നിങ്ങളുടെ ഡോക്ടർമാർ നിർദ്ദേശിച്ചേക്കാം. ചില സന്ദർഭത്തിൽ ലാപ്രോസ്കോപ്പിക് ഓവേറിയൻ ഡയതെർമി എന്നറിയപ്പെടുന്ന ശസ്ത്രക്രിയയും നടത്താറുണ്ട്. ഈ ചികിത്സകൾ മുട്ട വിരിയാൻ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി ഫെർട്ടിലിറ്റി പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. മെറ്റ്ഫോമിൻ ഇൻസുലിൻ പ്രതിരോധവും ആൻഡ്രോജൻ അധികവും കുറയ്ക്കുന്നതിലൂടെ അണ്ഡാശയ പ്രവർത്തനം ഒരു പരിധിവരെ മെച്ചപ്പെടുത്തുന്നു. ഈ രീതികളൊന്നും ഫലം തരാതെ വന്നാൽ IVF ചികിത്സ നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടാം. സ്ത്രീകളുടെ അണ്ഡാശയത്തിൽ നിന്നും മുട്ട പുറത്തെടുത്ത് ലാബിൽ ബീജവുമായി ഫലഭൂയിഷ്ഠമാക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഫലഭൂയിഷ്ഠമായ മുട്ടയെ അല്ലെങ്കിൽ ഭ്രൂമത്തെ വളർച്ചയ്ക്കും വികസനത്തിനുമായി ഗർഭപാത്രത്തിലേക്ക് തിരികെ സ്ഥാപിക്കുന്നു. PCOS ബാധിച്ച സ്ത്രീകൾക്കായുള്ള പിന്തുണ സംഘടനകളുടെ വിവരങ്ങൾ അറിയുവാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.